أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഉതുലു മാ ഊഹിയ ഇലൈക മിനൽ കിതാബി വഅഖിമിസ് സ്വലാഹ് ഇലാ ആഖിരിൽ ആയ. 21-ാമത്തെ ജുസു സൂറത്തുൽ അൻകബൂത്തിൻ്റെ ലാസ്റ്റ് ഭാഗമാണ്. ഇവിടെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക, നമസ്കാരം നിലനിർത്തുക, നമസ്കരിക്കുകയല്ല നമസ്കാരം നിലനിർത്തുക. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നതാണ്, ഇന്ന സ്വലാത്ത തൻഹാ അനിൽ ഫഹ്ശാഇ വൽ മുൻകർ. എല്ലാ മ്ലേച്ഛതകളെയും എല്ലാ കുറ്റങ്ങളിൽ നിന്നും നമസ്കാരം ഒരു മനുഷ്യനെ തടയുന്നു, നമസ്കാരം തടഞ്ഞു നിർത്തുന്നു. മുഫസ്സിരിങ്ങൾ പറയുന്നുണ്ട്, നമസ്കാരം അതിൻ്റെ ശറാഇത്തുകളും അതിൻ്റെ ആദാബുകളും ഒക്കെ സൂക്ഷിച്ചാൽ, കൃത്യമായി നമസ്കരിക്കുകയാണ് എങ്കിൽ ഒരു മനുഷ്യനെ സംബന്ധിച്ച് മറ്റുള്ള തിന്മകളിലേക്ക് പോകാൻ അവന് പോകുന്നൊരു സാഹചര്യം അവനുണ്ടാകില്ല. കാരണം ആ നമസ്കാരം അവനെ തടുത്ത് നിർത്തും ഈ തിന്മ ചെയ്യുന്നതിൽ നിന്ന്. ബഹുമാനപ്പെട്ട അബുൽ ആലിയ റഹ്മത്തുള്ളാഹി തആല അലൈഹി പറയുന്നതായിട്ട് കാണാൻ കഴിയും, നമസ്കാരത്തിൽ 3 കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട 3 ഘടകങ്ങൾ ഒരു നമസ്കാരത്തിലുണ്ട്. 1 ഇഖ്ലാസാണ്, 2 ഖശിയത്തുള്ള അള്ളാഹുവിനോടുള്ള ഭയമാണ്, 3 ദിക്റുള്ള ആണ്. അതായത് നമസ്കാരത്തിൽ നമ്മൾ ഓതുന്ന ഖുർആനും അതുപോലെ തന്നെ നമ്മൾ ചെല്ലുന്ന ദിക്റുകളും, ഇത് 3ഉം കൂടെ സമ്മേളിക്കുന്നതാണ് നമസ്കാരം. അപ്പം അതിലൊരാളുടെ ഇഖ്ലാസ്, ആ ഇഖ്ലാസിൻ്റെ പേരിൽ നന്മകൾ ചെയ്യാൻ അവന് പ്രേരണയാകും. ആ ഇഖ്ലാസ് അവനെ നന്മകൾ ചെയ്യാൻ പ്രേരിപ്പിക്കും. അതുപോലെ തന്നെ ആ ഖശിയത്ത് ഒരു മനുഷ്യനിലുണ്ടെങ്കിൽ, നമസ്കാരത്തിൽ അത് ഭയഭക്തി ഉണ്ട്, അള്ളാഹുവിനോടുള്ള ഭയം ഒരാൾക്ക് ഉണ്ട് എങ്കിൽ തിന്മകളിൽ നിന്ന് അവൻ അകന്നു നിൽക്കാൻ കാരണമാകും. അതുപോലെ തന്നെ ഈ ദിക്റുള്ള കൃത്യമായി ചിന്തിച്ച്, അള്ളാഹുവിനെ കുറിച്ച് ചിന്തിച്ച്, പരിശുദ്ധ ഖുർആൻ കുറിച്ച് ചിന്തിച്ച് അവൻ അത് ഓതുകയും മനസ്സിലാക്കുകയും ചെയ്യുകയാണെങ്കിൽ ഈ 2 കാര്യങ്ങളും അവൻ അതിൽ നിന്ന് തന്നെ കിട്ടും. അതായത് നന്മയിൽ നിന്ന് നന്മ ചെയ്യാനുള്ള ഒരു പ്രചോദനവും കിട്ടും, അതുപോലെ തന്നെ തിന്മയിൽ നിന്ന് അകരാനുള്ള ഒരു പ്രചോദനവും അതിലുണ്ടാകും. ശേഷമുള്ള ആയത്തുകളിലൂടെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സത്യസന്ധനാണ്, സത്യസന്ധരായ ദൂതരാണ് എന്നതിന് ഏറ്റവും പ്രത്യേകമായ ചില അടയാളങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല വരച്ച് കാണിക്കുകയാണ്. തങ്ങൾ ഒരു ഉമ്മിയാണ്, തങ്ങൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ല, എന്നിട്ടും മുൻകഴിഞ്ഞ ഗ്രന്ഥങ്ങളിലുള്ള പല കാര്യങ്ങളും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൃത്യമായി സംസാരിക്കുന്നു. അപ്പം ഇത് നിങ്ങൾക്കൊരിക്കലും വിമർശിക്കാൻ കഴിയില്ല, നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകഴിഞ്ഞവരുടെ ഗ്രന്ഥങ്ങൾ പഠിച്ചിട്ടാണ് ഇതൊക്കെ പറയുന്നത് എന്ന് നിങ്ങൾക്ക് ഒരിക്കലും വിമർശിക്കാൻ കഴിയില്ല. അതുപോലെ തന്നെ മക്ക മുശ്രിക്കീങ്ങളുടെ സ്ഥിരം ഉള്ള ഒരു ഏർപ്പാടായിരുന്നു മുഅ്ജിസത്തുകൾ ചോദിച്ചുകൊണ്ടേയിരിക്കുക. അപ്പോൾ ആ മുഅ്ജിസത്തുകൾ അവർക്ക് പറയുകയാണ്, പരിശുദ്ധ ഖുർആൻ തന്നെയാണ് ഏറ്റവും വലിയ മുഅ്ജിസത്ത്. ഖുർആൻ്റെ പ്രത്യേകത എന്താണ്? അത് അന്നും മുഅ്ജിസത്താണ്, ഇന്നും മുഅ്ജിസത്താണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിച്ചിരിക്കുന്ന ഇന്നും ഖിയാമത്ത് നാൾ വരെ നിലനിൽക്കുന്ന ഒരു മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ. അന്നുള്ളവർക്കും അത് വലിയ മുഅ്ജിസത്താണ്. കാരണം മുൻകഴിഞ്ഞ പ്രവാചകന്മാരുടെ സംഭവങ്ങൾ കൃത്യമായി പറയുന്നുണ്ട്. ഇനി അതുപോലെ തന്നെ അടുത്ത സൂറത്തിൽ വരാൻ പോകുന്നുണ്ട്. അവരുടെ മുമ്പിൽ വെച്ച് പറഞ്ഞ പല കാര്യങ്ങളും കൃത്യമായി പുലരുകയാണ്. അപ്പം അങ്ങനെയുള്ള ഒരു മുഅ്ജിസത്താണ് പരിശുദ്ധ ഖുർആൻ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഇന്നത്തെ ഓരോ ശാസ്ത്രീയമായ ഓരോ കണ്ടെത്തലുകൾ, അതെല്ലാം കൃത്യമായി ഖുർആൻ വാസ്തവീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോഴും ഉള്ളത്. അതിനുശേഷം മുത്തഖീങ്ങളെക്കുറിച്ചുള്ള പരാമർശമാണ്. മുത്തഖീങ്ങളെക്കുറിച്ചുള്ള പരാമർശത്തിന് ശേഷം ഹിജ്റ ചെയ്യുന്നതിലൂടെയും ദീനിൻ്റെ മാർഗത്തിലൂടെ നമ്മൾ ദീനിൻ്റെ മാർഗത്തിൽ നിലനിൽക്കുമ്പോൾ ഉണ്ടാകുന്ന കഷ്ടപ്പാടുകളെ ക്ഷമിക്കാൻ വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ക്ഷമ കൈക്കൊള്ളാൻ വേണ്ടി പറയുന്നു. അതുപോലെ തന്നെ മുഅ്മിനീങ്ങൾക്കുണ്ടായിരുന്ന വലിയൊരു ഹിജ്റ ചെയ്യുമ്പോൾ ഹിജ്റ ചെയ്ത മുഅ്മിനീങ്ങൾക്കും ഉണ്ടായിരുന്ന ഒരു വലിയൊരു കൺസേൺ ആയിരുന്നു, ഞങ്ങളുടെ അവിടെ ചെന്ന് കഴിഞ്ഞാലുള്ള ജീവിതം എന്താണ്, ഒന്നും കയ്യിലില്ല. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് അവരെ സമാധാനിപ്പിക്കുകയാണ്, മൃഗങ്ങൾക്ക് റിസ്ക് നൽകുന്നവനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് അവരെ എന്ത് ചെയ്യുന്നു? സമാധാനിപ്പിക്കുന്നു. അതിനുശേഷം ഈ സൂറത്തിൻ്റെ ഏറ്റവും ലാസ്റ്റ് ആയത്ത് ഈ പറഞ്ഞ കാര്യങ്ങളുടെ എല്ലാത്തിൻ്റെയും ആകെ ചുരുക്കമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വല്ലദീന ജാഹദു ഫീന ലനഹ്ദിയന്നഹും സുബലന. ആര് നമ്മുടെ മാർഗത്തിൽ പരിശ്രമിക്കുന്നുവോ, ത്യാഗം ചെയ്യുന്നുവോ, ആ ത്യാഗം ചെയ്യുന്നവർക്ക് തീർച്ചയായിട്ടും നാം നമ്മുടെ മാർഗം അവർക്ക് കാണിച്ചു കൊടുക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അല്ലാഹു മുഹ്സിനീങ്ങളോടൊപ്പമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. അടുത്തത് സൂറത്തുർ റൂമാണ്. 60 ആയത്തുകളാണ്.
6 റുക്കൂആണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തിൻ്റെ അവതരണ പശ്ചാത്തലം തന്നെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ദഅവത്ത് മക്കയിൽ നടത്തുന്നു, മദീനയിലും തങ്ങളുടെ ദഅവത്ത്, ഈ 2 പ്രദേശങ്ങളിലാണ് തങ്ങൾ ഉണ്ടായിരുന്നത്. ആ സമയത്ത് വലിയ 2 സാമ്രാജ്യങ്ങളുണ്ടായിരുന്നു. ഒന്ന് പേർഷ്യൻ സാമ്രാജ്യം, പിന്നൊന്ന് റോമൻ സാമ്രാജ്യം. ഈ പേർഷ്യൻ സാമ്രാജ്യം ഇറാൻ കേന്ദ്രീകരിച്ചുള്ള, നമ്മൾ പണ്ട് പേർഷ്യൻ എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഇറാനും അതിൻ്റെ ബാക്കിയുള്ള പ്രദേശങ്ങളെല്ലാമാണ് പേർഷ്യൻ സാമ്രാജ്യമായിട്ട് അറിയപ്പെട്ടിരുന്നത്. അടുത്തൊരു സാമ്രാജ്യം എന്നത് മക്കയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തുള്ള ഭാഗമാണ്. അതിന് റോമൻ സാമ്രാജ്യം. അപ്പോൾ ഈജിപ്റ്റ്, അതുപോലെ തന്നെ ഏഷ്യയുടെ കുറച്ച് ഭാഗങ്ങൾ, ഷാം, ഇതെല്ലാം ഈ സാമ്രാജ്യത്തിൻ്റെ കീഴിലാണ്. പക്ഷേ പേർഷ്യൻ സാമ്രാജ്യം, അതായത് ഇറാൻ്റെ സാമ്രാജ്യത്തെ അവിടുത്തെ രാജാവിന് കിസ്റ എന്നും റോമൻ സാമ്രാജ്യത്തിലെ രാജാവിന് കൈസർ എന്നും പറയും. അത് ഏത് രാജാവായാലും ആ രാജാവിനുള്ള പേരാണത്. വ്യക്തികളുടെ പേര് വേറെ വേറെയാണ്. ഇപ്പം ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കൈസറിൻ്റെ പേര് ഹിറക്കൽ എന്നായിരുന്നു. അപ്പം കിസ്റയും അതുപോലെ തന്നെ പേർഷ്യ റോമും തമ്മിൽ എപ്പോഴും ഏറ്റുമുട്ടലുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ എല്ലാ അർത്ഥത്തിലും പേർഷ്യയായിരുന്നു മുൻപന്തിയിൽ നിന്നത്. റോം ഏകദേശം എപ്പോഴും പരാജയപ്പെട്ടു. അപ്പം നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടം വന്നപ്പോൾ റോം ഏകദേശം അവരുടെ ശക്തി മുഴുവനും ക്ഷയിച്ചു കഴിഞ്ഞു, പല അർത്ഥത്തിലും പരാജയപ്പെട്ട് കഴിഞ്ഞു. അപ്പോൾ ഇവർക്കിനി പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അപ്പോൾ റോമിൻ്റെ പ്രധാനപ്പെട്ട, അതായത് ബൈത്തുൽ മുഖദ്ദസുമായി ബന്ധപ്പെട്ട ബൈത്തുൽ മുഖദ്ദസിൻ്റെ പള്ളികൾ, അവരുടെ ക്രിസ്ത്യൻ ആരാധനാലയങ്ങളെല്ലാം ഇവർ വന്ന് തച്ചുടക്കുകയാണ്. ഇറാൻകാർ വന്ന് ഫുള്ള് തച്ചുടയ്ക്കുന്ന ഒരു സാഹചര്യം. അപ്പം അങ്ങനെ അവസാന സമയത്ത് അത് വിട്ടേരെ അല്ലേ, അതവർ കട്ട് ചെയ്തോളൂ. ഇപ്പം ഇങ്ങനെ ഒരു സന്ദർഭം വരുമ്പോൾ ഏകദേശം എല്ലാ അർത്ഥത്തിലും റോം പരാജയപ്പെട്ടു, റോം തകർന്നിരിക്കുന്ന ഒരവസ്ഥ വരുമ്പോൾ മക്ക മുശ്രിക്കീങ്ങളെ സംബന്ധിച്ചിടത്തോളം നബിതങ്ങളെയും സഹാബാക്കളെയും ഒക്കെ പരിഹസിക്കാൻ അവർക്കൊരു അവസരമായി. എന്തെന്ന് വെച്ചാൽ റോം എന്നത് കൂടുതലും ക്രൈസ്തവരാണ്, ക്രൈസ്തവ സമൂഹമാണ്. അതായത് അവർക്ക് ദൈവിക ഗ്രന്ഥമൊക്കെ ഉണ്ട്, ദൈവമുണ്ട് എന്നൊക്കെ പറയുന്നവരാണ്. പക്ഷേ ഇറാൻ എന്നത് അവർ തീയെ ആരാധിക്കുന്ന മജൂസികളാണ്. അപ്പോൾ കണ്ടോ, തീയെ ആരാധിക്കുന്നവർ വന്ന് ദൈവത്തെ ആരാധിക്കുന്നവരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്, അവരെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിലാണ് പരിശുദ്ധ ഖുർആൻ്റെ ഈ ആയത്ത് വരുന്നത്. അലിഫ് ലാം മീം ഗുലിബത്തി റൂം. റോം അത് പരാജയപ്പെട്ടിരിക്കുന്നു, പക്ഷേ ഈ പരാജയം ഇവർക്ക് കുറച്ച് നാളുകൾക്ക് മാത്രമേ ഉള്ളൂ, അതിനുശേഷം ഇവർക്ക് വിജയമുണ്ടാകും എന്ന് തുടങ്ങുന്നതാണ് ഈ സൂറത്ത് പറയുന്നത്. അപ്പോൾ ഈ സൂറത്തിൽ പറയുന്നത് എന്ത്? വഹും മിൻ ബഅദി ഗലബിഹിം സയഗ്ലിബൂന ഫീ ബിളഇ സിനീൻ. കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ തന്നെ ഇവർ തിരിച്ച് വിജയിക്കുമെന്നൊരു പ്രഖ്യാപനം നടത്തുകയാണ്. ബിളഇ സിനീൻ എന്ന് പറഞ്ഞാൽ അറബിയിൽ 3 മുതൽ 9 വരെയുള്ള വർഷങ്ങൾക്കാണ്. അപ്പം ഈ കാലയളവിൽ തന്നെ ഇവർ വിജയിക്കുമെന്ന് പറയുകയാണ്. ഇത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമല്ല എന്ന് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും അറിയാം. കാരണം ആ രീതിയിൽ പരാജയപ്പെട്ടു ഭയങ്കര ഒരു സാമ്രാജ്യ ശക്തിയായി മാറിയ ഇറാൻ, വലിയ ഒരു സാമ്രാജ്യ ശക്തിയായി മാറിയ പേർഷ്യ, അവരിനി എങ്ങനെ പരാജയപ്പെടും റോമിൻ്റെ മുമ്പിൽ? റോമിൻ്റെ ശക്തി മുഴുവനും ക്ഷയിച്ചു കഴിഞ്ഞു. ഇനി ഈ റോം എങ്ങനെ പേർഷ്യയെ പരാജയപ്പെടുത്തും? ഇതാണ് വിഷയം. എങ്ങനെ ഇവരെ പരാജയപ്പെടുത്താൻ അവരെ കൊണ്ട് കഴിയും? എത്രത്തോളം എഡ്വേർഡ് ഗിബ്ബൺ എന്ന് പറയുന്ന ഒരു ചരിത്രകാരൻ പറയുന്നുണ്ട്, ഒരിക്കലും പുലരാൻ സാധ്യതയില്ലാത്തൊരു പ്രവചനം, കേൾക്കുന്ന ആരും അംഗീകരിക്കാൻ പോകാത്തൊരു പ്രവചനമാണ് ഈ പ്രവചനം. 9 വർഷത്തിനുള്ളിൽ ഈ പറയപ്പെട്ട റോം വിജയിക്കും എന്ന് പറയുന്ന ഈ പ്രവചനം. കാരണം സാഹചര്യങ്ങൾ മുഴുവനും അതിനെതിരാണ്. ശക്തി വെച്ച് നോക്കുമ്പോഴും ഒരിക്കലും അവർക്ക് പേർഷ്യയോട് ഏറ്റുമുട്ടാൻ കഴിയുന്നില്ല. ഇതാണ് അവസ്ഥ. പക്ഷേ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൃഢനിശ്ചയമാണ്, പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞതാണ്, ഇത് സംഭവിക്കുക തന്നെ ചെയ്യും. എത്രത്തോളം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉബയ്യ് ഇബ്നു ഖൽഫുമായിട്ട് പന്തയം വെക്കുന്നുണ്ട്. ആ സമയത്ത് ഈ പന്തയം വെക്കുന്നത് അനുവദനീയമായിരുന്നു. അപ്പോൾ അത് അനുവദനീയമായതുകൊണ്ട് പന്തയം വെച്ചു ഉബയ്യ് ഇബ്നു ഖൽഫുമായിട്ട്.
ആദ്യം പന്തയം വെക്കുന്നത് 10 ഒട്ടകം വെച്ചുകൊണ്ട് പന്തയം വെക്കും. അപ്പോൾ ബിളഅ് സിനീൻ എന്ന് പറഞ്ഞാൽ 3 മുതൽ 9 വരെയാണ്. പക്ഷേ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖുർആനിൽ പറഞ്ഞതുകൊണ്ട് 3-ൽ തന്നെ എന്ത് ചെയ്യും, വിജയമുണ്ടാകും എന്ന ധാരണയിൽ പോയിട്ട് പന്തയം വെക്കും. പിന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും 3 അല്ല 9 പറഞ്ഞ് വേണം പന്തയം വെക്കാൻ, 10 അല്ല 100 ഒട്ടകത്തും വെച്ച് പന്തയം വെച്ചോളാൻ പറയും. ഉബൈ ഇബ്നു ഖലഫിനോട് പറയും ഒരു മാറ്റമുണ്ട്, 3 അല്ല 9 വർഷമാണ്, അതുപോലെ തന്നെ ഒട്ടകം 10 അല്ല 100 ആണെന്ന് പറയും. അയാൾ സമ്മതിക്കും. കാരണം ഇനി 9 അല്ല 50 വർഷം എന്ന് പറഞ്ഞാൽ പോലും ഒരിക്കലും എന്ത് ചെയ്യാൻ പോകുന്നില്ല, റോം വിജയിക്കാൻ പോകുന്നില്ല. അങ്ങനെ അദ്ദേഹം സമ്മതിക്കുകയാണ്. പക്ഷേ 7 വർഷത്തിനുള്ളിൽ 7 വർഷം ആകുമ്പോൾ തന്നെ ബദറിൻ്റെ സമയത്ത് ബദറിൽ മുഅ്മിനീങ്ങൾ വിജയിക്കുന്നു. ആ സമയത്ത് തന്നെ ഈ വാർത്ത വരുന്നു, റോം വിജയിക്കുകയാണ്. അവിടെ റോം എല്ലാ അർത്ഥത്തിലും പരാജയപ്പെട്ട് ലാസ്റ്റ് ഇവരൊരു സന്ധിക്ക് വേണ്ടി എന്ത് ചെയ്യുകയാണ്, തീരുമാനമെടുക്കുകയാണ്. അങ്ങനെ ആ തീരുമാനമെടുക്കുന്ന സമയത്ത് ഹിറക്കൽ ട്യൂനിസിലേക്ക് ഓടിപ്പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ്. ട്യൂനിസിലേക്ക് പോയിട്ട് ജീവൻ രക്ഷപ്പെട്ട് ഓടിപ്പോകാൻ വേണ്ടി തീരുമാനിക്കുന്നൊരു സമയം. അപ്പോൾ ആ സമയത്തൊരു സന്ധിക്ക് ഹിറക്കൽ എന്ത് ചെയ്യുന്നു, കിസ്രയുമായിട്ട് എന്ത് ചെയ്യുന്നു, ഒരു സന്ധിയിൽ ഏർപ്പെടാൻ തീരുമാനിക്കുമ്പോൾ അവർ സമ്മതിക്കില്ല. എനിക്ക് ഹിറക്കലിൻ്റെ തല വേണമെന്നാണ് കിസ്ര പറയുന്നത്. അങ്ങനെ ഒരു യാദൃശ്ചികമായ ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാകുന്നു. പക്ഷേ ഈ ഏറ്റുമുട്ടലിൽ എന്ത് ചെയ്യുന്നു, റോം വിജയിക്കുകയാണ്, പേർഷ്യയെ പരാജയപ്പെടുത്തുകയാണ്. പിന്നെ റോമിൻ്റെ വിജയമാണ് നടക്കുന്നത്. അങ്ങനെ പേർഷ്യയിൽ പോലും റോമിൻ്റെ കൊടി വരികയാണ്. അങ്ങനെ റോം സാമ്രാജ്യം അത് മുഴുവനും പിടിച്ചടക്കുന്ന ഒരു സാഹചര്യമാണ് പിന്നെ ഉണ്ടാകുന്നത്. അപ്പോൾ ആ സമയത്താണ് ഇവിടെ ബദറിലെ യുദ്ധവും അതിൽ മുഅ്മിനീങ്ങളും വിജയിക്കുകയാണ്. അപ്പോൾ മുസ്ലിമീങ്ങളെ സംബന്ധിച്ചിടത്തോളം 2 സന്തോഷമാണ്. ഒന്ന്, ഖുർആൻ പറഞ്ഞ ആ പ്രവചനം കൃത്യമായി പുലരുകയാണ്. അതുപോലെ തന്നെ മുസ്ലിമീങ്ങൾക്ക് ബദറിൽ വിജയം കിട്ടുകയാണ്. അതിനുശേഷം എന്തായാലും ഈ ഉബൈ ഇബ്നു ഖലഫ് ആ സമയത്ത് മരണപ്പെട്ടു പോയി. അദ്ദേഹത്തിൻ്റെ മക്കൾ വന്നുകൊണ്ട് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല 100 ഒട്ടകം കൊടുക്കും. പക്ഷേ ഈ സമയത്തേക്ക് ഈ പന്തയം വെക്കുന്നതൊക്കെ നിഷിദ്ധമായിട്ടുണ്ടാകും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ ഒട്ടകങ്ങളെല്ലാം സദക്ക ചെയ്തേക്കാൻ പറയും. അത് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആലയുടെ അടുക്കൽ അതൊന്നും എടുക്കണ്ട എന്ന് പറഞ്ഞ് അതെല്ലാം സദക്ക ചെയ്തേക്കാൻ പറയും. അതിനുശേഷം ഈ സൂറത്തിലെ ഏറ്റവും പ്രധാനമായിട്ടും അടിസ്ഥാനമായ വിഷയങ്ങളാണ് തൗഹീദ്, റിസാലത്ത്, ആഖിറത്താണ്. ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആല തെളിവുകളിലൂടെ സമർത്ഥിക്കുകയാണ്. അവരുടെ ചോദ്യങ്ങൾക്ക് മറുപടി, മക്ക മുശ്രിക്കീങ്ങളുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടി അത് കൃത്യമായി ഇതിനകത്ത് വിവരിക്കുന്നുണ്ട്. ശേഷം അള്ളാഹുവിൻ്റെ അസ്തിത്വവും അവൻ്റെ മഹത്വവും തെളിവുകൾ സഹിതം അല്ലാഹു സുബ്ഹാനഹു വ തആല പരാമർശിക്കുകയാണ്. ഏകദേശം ഒരു 6-7 തവണ അല്ലാഹു സുബ്ഹാനഹു വ തആല 6-7 ആയത്തുകളിലായിട്ട് അല്ലാഹു വമിൻ ആയാത്തിഹി എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു അത് തെളിയിക്കുകയാണ്. അപ്പോൾ അതിലൊന്നാണ് യുഖ്രിജുൽ ഹയ്യ മിനൽ മയ്യിത്ത്, നിർജീവമായ വസ്തുവിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവനുള്ള വസ്തുവിനെ പുറപ്പെടുവിക്കുന്നു. അതുപോലെ തന്നെ മണ്ണിൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ സൃഷ്ടിച്ചു എന്നത് അവൻ്റെ ആയാത്ത് ദൃഷ്ടാന്തമാണ്. അതുപോലെ തന്നെ നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകി, അതും അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. കാരണം ഒരു പരിചയമില്ലാത്ത ഒരു ഇണ അവരുമായിട്ട് വിവാഹ ജീവിതത്തിന് ശേഷം അവർ ഒന്നാകുകയാണ്. അവരിടയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്നേഹവും കാരുണ്യവും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊണ്ടുവരികയാണ്. ഈ രീതിയിൽ ഇത് അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. അതുപോലെ തന്നെ ആകാശഭൂമികളെ സൃഷ്ടിച്ചതും ഭാഷാ വ്യത്യാസങ്ങളും നിറവ്യത്യാസങ്ങളും എല്ലാം അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. അതുപോലെ തന്നെ രാത്രിയും പകലും നമ്മുടെ ക്ഷീണമകറ്റാൻ വേണ്ടി ഉറക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയത്, അതും അവൻ്റെ ദൃഷ്ടാന്തമായിട്ട് പറയുന്നു. ഇങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മിന്നലിനെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നു. അത് കാണുമ്പോൾ നിങ്ങൾ ഭയമുണ്ട്. അതുപോലെ തന്നെ അല്ലാഹുവിൻ്റെ റഹ്മത്ത്, മഴ പെയ്യും എന്നുള്ള പ്രതീക്ഷയുമുണ്ട്. അപ്പോൾ ആ പ്രതീക്ഷയിൽ നിങ്ങൾ ആ ഭയവും പ്രതീക്ഷയും വെച്ചുകൊണ്ട് നിങ്ങൾ ആ മിന്നലിനെ കാണുന്നു. ഇതും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദൃഷ്ടാന്തമാണ്. ചിന്തിക്കുന്നവർക്ക് എല്ലാത്തിലും എന്തുണ്ട്, ദൃഷ്ടാന്തമുണ്ട്. അതുപോലെ തന്നെ ആകാശഭൂമികൾ ഇങ്ങനെ തന്നെ നിലനിൽക്കുന്നു, അല്ലാഹുവിൻ്റെ കൽപ്പനയനുസരിച്ച് അത് നിലനിൽക്കുന്നു. അപ്പോൾ അതും അല്ലാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ് എന്ന് തുടങ്ങുന്ന ആയാത്തുകളിലൂടെ അല്ലാഹു അവൻ്റെ ദൃഷ്ടാന്തങ്ങൾ ഒന്നൊന്നായിട്ട് എന്ത് ചെയ്യുകയാണ്, പറയുകയാണ്. അതിനുശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പുനർജീവിതത്തെ സംബന്ധിച്ചും ഒക്കെ കൃത്യമായി മക്ക മുശ്രിക്കീങ്ങളുടെ വിമർശനങ്ങൾക്ക് മറുപടി കൊടുക്കുകയാണ്. ഒരു വസ്തുവിനെ തുടക്കം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ തുടക്കം, അതിൻ്റെ സൃഷ്ടിപ്പ് അത് ചെയ്യുന്ന ഒരാൾക്ക് സംബന്ധിച്ച് രണ്ടാമതിനെ മടക്കിക്കൊണ്ടുവരൽ ആദ്യത്തേനേക്കാൾ നിഷ്പ്രയാസമല്ലേ എന്ന് അവരോട് ചോദിക്കുകയാണ്. പിന്നെ അല്ലാഹു നമുക്ക് നൽകിയ അനുഗ്രഹങ്ങൾ, അതിനുശേഷം നമ്മുടെ കുടുംബക്കാരോടും അതുപോലെ തന്നെ മിസ്കീങ്ങളോടും യാത്രക്കാരോടുമൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, അനുകമ്പ കാണിക്കുക, കരുണ കാണിക്കുക.
അതുപോലെ തന്നെ സാമ്പത്തികമായിട്ട് പലിശയിൽ നിന്ന് പൂർണ്ണമായും അകന്നു നിൽക്കുക. പലിശ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് മായ്ച്ചു കളയും. സക്കാത്ത് ആണെങ്കിൽ അള്ളാഹുവിൻ്റെ തൃപ്തി നമ്മൾ തേടിക്കൊണ്ട് സക്കാത്ത് ഒരാൾ കൊടുക്കുകയാണെങ്കിൽ ഫൗലായിക ഹുമുൽ മുദഈഫൂൻ, അപ്പോൾ അവർക്ക് അവരുടെ സമ്പത്തുകൾ അവരാണ് അധികരിപ്പിക്കുന്നത്. അപ്പോൾ സക്കാത്തും പലിശയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. പലിശ പ്രത്യക്ഷത്തിൽ നമുക്കത് സമ്പത്ത് കൂട്ടുന്നതായിട്ട് തോന്നും, എന്നാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ പേരിൽ നമ്മുടെ സമ്പത്ത് നശിക്കുകയാണ് ചെയ്യുന്നത്. സക്കാത്ത് പ്രത്യക്ഷത്തിൽ നമ്മുടെ സമ്പത്ത് കുറയുന്നതായിട്ട് തോന്നും, പക്ഷേ യഥാർത്ഥത്തിൽ ആ സമ്പത്ത് കൂട്ടുകയാണ് ചെയ്യുന്നത്. വീണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ബഅസ് ബഅദൽ മൗത്ത്, മരണാനന്തര ജീവിതത്തെക്കുറിച്ച് പറയുകയാണ്. അതിനെ നിഷേധിച്ചവരെ നിങ്ങൾ പോയിട്ട് ഓരോ സ്ഥലങ്ങളിൽ നിങ്ങൾ പോയിട്ട് യാത്ര ചെയ്ത് നിങ്ങൾ സഞ്ചരിച്ചു നോക്ക്, എങ്ങനെയാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുമ്പോൾ നിഷേധിച്ചവരുടെ അവസ്ഥ എന്താണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. വീണ്ടും അള്ളാഹു അവൻ്റെ അനുഗ്രഹങ്ങളെ വീണ്ടും ആവർത്തിച്ച് പറയുകയാണ്. ഓരോരോ അനുഗ്രഹങ്ങളെ, കാറ്റിനെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അയച്ചു തന്നതും ആ കാറ്റിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ പ്രയോജനങ്ങളെയും കൃത്യമായിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല അടുത്ത ആയത്തുകളിലൂടെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. ശേഷം കാഫിര്യങ്ങൾ, ഹൃദയം കഠിനമുള്ളവർ, ഒരു കാരണവശാലും ഈ പറയപ്പെട്ട ഉപദേശങ്ങൾ അവർ സ്വീകരിക്കില്ല. താങ്കൾ അള്ളാഹുവിൻ്റെ വാദ ഹക്കാണ്, അതുകൊണ്ട് താങ്കൾ ക്ഷമിച്ചു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ഈ പരിശുദ്ധ സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. അടുത്ത സൂറത്തുൽ ലുഖ്മാനാണ്. സൂറത്തുൽ ലുഖ്മാൻ ഇത് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മക്ക ജീവിതത്തിൽ അവതരിച്ച സൂറത്താണ്. 34 ആയത്ത് 4 റുക്കുവുമാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്ത് അവതരിക്കാനുണ്ടായ ആ പശ്ചാത്തലം, മക്ക മുശ്രിക്കീങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദഅവത്തിനെ ബ്ലോക്ക് ചെയ്യാനും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധത്തിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിക്കാൻ വേണ്ടിയും ഒരുപാട് കള്ളത്തരങ്ങൾ മെനയുന്നു. പല രീതിയിലും ബാക്കിയുള്ള ജനങ്ങളെ നബി തങ്ങളുടെ വാക്കുകൾ കേൾക്കരുത്, അത് കവിതയാണ്, അദ്ദേഹം വലിയൊരു കവിയാണെന്ന് പറയുന്നു. വേറെ സമയത്ത് പറയുന്നു അദ്ദേഹത്തിന് സുഖമില്ല, അദ്ദേഹത്തിന് മാനസിക രോഗമാണെന്ന് പറയുന്നു. വേറൊരു സമയത്ത് പറയുന്നു ഇദ്ദേഹം ജ്യോത്സ്യനാണ് എന്ന് പറയുന്നു. ഈ രീതിയിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പല രീതിയിലുള്ള കാര്യങ്ങൾ പറയും. പക്ഷേ ഖുർആൻ കേട്ട് കഴിയുമ്പോഴത്തേക്ക് എല്ലാവരും ആ ഖുർആൻ്റെ സൗന്ദര്യം, അതിൻ്റെ മനോഹാരിതയിൽ അറിയാതെ എന്തു ചെയ്യും, ലയിച്ചു പോവുകയാണ്. അപ്പോൾ ഇത് തടയാൻ വേണ്ടി ഇവർ കുറേ പദ്യസമാഹാരവും അതുപോലെ തന്നെ അന്നുണ്ടായിരുന്ന അറബികളിൽ ഏറ്റവും കൂടുതൽ സുസമ്മതനായിരുന്ന ഒരു ഫിലോസഫറാണ് ലുഖ്മാൻ എന്ന് പറയുന്നൊരു വ്യക്തി. ഇദ്ദേഹം പ്രവാചകനല്ല, പക്ഷേ ഈ വ്യക്തിയുടെ അദ്ദേഹത്തിൻ്റെ കുറേ ഫിലോസഫികൾ അതെല്ലാം പറഞ്ഞ് ജനങ്ങളെ അവരിലേക്ക് എന്ത് ചെയ്യാൻ വേണ്ടി, ആകർഷിക്കാൻ വേണ്ടി അവരൊരുപാട് പണിപ്പെടുന്നു, കഷ്ടപ്പെടുന്നു. അപ്പോൾ ആ സമയത്ത്, ആ ഒരു സന്ദർഭത്തിലാണ് ഈ സൂറത്ത് ഇറങ്ങുന്നത്. അപ്പോൾ ഇറങ്ങിയ സമയത്ത് തന്നെ പരിശുദ്ധമായ ഖുർആൻ അത് അള്ളാഹുവിൽ നിന്ന് വന്നതാണ് എന്ന് തുടങ്ങുന്ന ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ഖുർആൻ്റെ മെസ്സേജാണ് ആദ്യം പറയുന്നത്. ഇത് മുഹ്സിനീങ്ങൾക്ക് റഹ്മത്താണ്. മുഹ്സിനീങ്ങൾ ആരാണ്? അത് നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് കൊടുക്കുകയും ആഖിറത്തിൽ അടിയുറച്ച് വിശ്വസിക്കുകയും ചെയ്യുന്നവരാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ജനങ്ങൾ ഇങ്ങനെയുള്ള അനാവശ്യമായ വർത്തമാനങ്ങൾ പറഞ്ഞ്, അങ്ങനെ സംഗീതങ്ങളും ഇത് അവരുടെ സാങ്കല്പികമായി അവരുണ്ടാക്കിയെടുത്ത ഭാവനയിൽ നിന്ന് ഉരുത്തിരിഞ്ഞു വന്ന കാര്യങ്ങൾ അതിനെ പിന്തുടരുകയാണെങ്കിൽ അത് വഴികേടാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറയുകയാണ്. കാരണം ഇവരുടെ പദ്യങ്ങൾ വെറും ഭാവനയിൽ ഉരുത്തിരിഞ്ഞു വന്നതാണ്, ഇതിനകത്ത് യാതൊരു യാഥാർത്ഥ്യവുമില്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് പിന്നെ ഇവരെ ഏറ്റവും കൂടുതൽ കോട്ട് ചെയ്തിരുന്ന ബഹുമാനപ്പെട്ട ലുഖ്മാൻ ൻ്റെ വാക്കുകളെ കൃത്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹം എന്താണ് തൻ്റെ മകന് കൊടുത്ത ഉപദേശം കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുകയാണ്. അതാണ് അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്ത് കൊടുത്തു, അദ്ദേഹത്തിന് നല്ല യുക്തിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തത്. അതുകൊണ്ട് തന്നെ അതുപയോഗിച്ച് അദ്ദേഹം തൻ്റെ മകന് ഉപദേശിക്കുകയാണ്. അതിലാദ്യത്തെ ഉപദേശം പറയുന്ന ലാ തുശ്രിക് ബില്ലാ, നീ ശിർക്ക് ചെയ്യരുത് എന്ന്. അപ്പം മക്ക മുശ്രിക്കീങ്ങൾ അതിൽ തന്നെ പോയി. അപ്പം ലാ തുശ്രിക് ബില്ലാ എന്നാണ് തൻ്റെ മകന് ബഹുമാനപ്പെട്ട ലുഖ്മാൻ അലൈഹിസ്സലാം കൊടുക്കുന്ന ഉപദേശം. കാരണം ഇന്ന ശിർക ലദുൽമുൻ അദീം, അത് വലിയ അക്രമമാണ് ശിർക്ക് എന്ന് പറയുന്നു. രണ്ടാമത്തെ വിഷയമാണ് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി, മാതാപിതാക്കളോട് ഉപകാരം ചെയ്യുക. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല മാതാപിതാക്കളുടെ കഷ്ടപ്പാടുകൾ എടുത്തു പറയുകയാണ്. അവരൊരുപാട് കഷ്ടപ്പെട്ടാണ് എന്ത് ചെയ്തേക്കുന്നത്, നമ്മളെ പരിപാലിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ വാക്ക് അവരെപ്പോഴും ഉപയോഗിക്കും, മാതാപിതാക്കളെ അനുസരിക്കണം. കാരണം ഈ പറയപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം അതാണ് പറയുന്നത്.
മാതാപിതാക്കളെ അനുസരിക്കണം. അപ്പോൾ നേരത്തെ നമ്മൾ സൂചിപ്പിക്കുകയാണ്, മാതാപിതാക്കൾ മുശ്രിക്കാണെങ്കിൽ അവർ നമ്മളെ ഇസ്ലാം വിടാൻ പറഞ്ഞാൽ അതും നമ്മൾ അനുസരിക്കണം. കാരണം ലുഖ്മാൻ ഹക്കീം അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, കാരണം മാതാപിതാക്കളെ അനുസരിക്കണമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയും. അപ്പോൾ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറയാണ്, വ ഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം ഫലാ തുതിഇഹുമാ. ശിർക്ക് ചെയ്യാനാണ് അവർ നിന്നോട് പറയുന്നതെങ്കിൽ ഒരിക്കലും അതനുസരിക്കരുത്. ശിർക്ക് ചെയ്യാൻ പറയുമ്പോൾ എന്ത് ചെയ്യരുത്? അനുസരിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അടുത്തൊരു ഉപദേശമാണ്, നീ എന്ത് ചെയ്താലും നാളെ ആഖിറത്തിൽ നിനക്കത് കാണാൻ കഴിയുമെന്നൊരു ഉപദേശം. നമ്മൾ ദുനിയാവിൽ വെച്ച് എത്ര രഹസ്യമായി എത്ര ആരും അറിയാതെ ചെയ്താൽ പോലും ഏതൊരു നന്മയാണെങ്കിലും അതൊരു അണുമണി തൂക്കം ചെറിയത് കാര്യമാണ് എങ്കിൽ പോലും നമുക്ക് നാളെ ആഖിറത്തിൽ അതെന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അള്ളാഹു അത് നമ്മുടെ മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യും. അതുപോലെ തന്നെ നമസ്കാരം നിലനിർത്തുക, നന്മയായ കാര്യങ്ങൾ കൽപ്പിക്കുക, തിന്മയിൽ നിന്ന് തടയുക, അതുപോലെ ഇതിൻ്റെ പേരിൽ നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ നമ്മൾ ക്ഷമിക്കുക. ഇതൊക്കെയാണ് ബഹുമാനപ്പെട്ട ലുഖ്മാൻ ഹക്കീം തൻ്റെ മകന് കൊടുത്ത ഉപദേശം. ശേഷം ജനങ്ങളെ അവഹേളിക്കരുത്, അഹങ്കാരം കാണിക്കരുത്. കാരണം അഹങ്കാരികളെ അള്ളാഹു ഇഷ്ടപ്പെടുന്നില്ല. അപ്പം നമ്മൾ അഹങ്കാരം കാണിക്കാൻ പാടില്ല. അഹങ്കാരത്തോടു കൂടിയല്ല ഈ ദുനിയാവിൽ ജീവിക്കേണ്ടത്. അത് നമ്മുടെ സംസാരത്തിലാണെങ്കിലും നമ്മുടെ പ്രവൃത്തിയിലാണെങ്കിലും നമ്മുടെ നടത്തത്തിലാണെങ്കിൽ പോലും കൃത്യമായി വിനയമുണ്ടാകണം. വഖ്സുദ് ഫീ മശീക, ഒരുപാട് സ്പീഡിൽ നടക്കരുത്, പതുക്കെ നടക്കരുത്, ഒരു മധ്യമായ ഈ രീതിയിൽ നടക്കുക. അതുപോലെ തന്നെ ശബ്ദം താഴ്ത്തുക, ഇതൊക്കെ വിനയത്തിൻ്റെ അടയാളമാണ്. വലിയ അട്ടഹസിച്ച് സംസാരിക്കരുത്, വലിയ ശബ്ദം വേണ്ട. നമ്മൾ ആരോടാണോ സംസാരിക്കുന്നത് അവർ നമ്മുടെ സംസാരം കേട്ടാൽ മതിയല്ലോ, അതിനപ്പുറത്തേക്ക് വലിയ ശബ്ദങ്ങൾ ഇടരുത്. ഉലമാക്കൾ പറയുന്നുണ്ട്, ഇന്ന് ലൗഡ് സ്പീക്കറുകൾ ഉപയോഗിക്കുന്നവർ ഈ പറയപ്പെട്ട ആയത്തുകളൊക്കെ ഒന്ന് ചിന്തിക്കേണ്ടതാണ് എന്ന്. അനാവശ്യമായിട്ട് നമ്മളുടെ സൗണ്ട് കേൾക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമല്ലാതെ നാട്ടുകാർക്ക് മുഴുവനും കേൾപ്പിക്കാൻ വേണ്ടി അവിടെ ഇവിടെയും സ്പീക്കറുകൾ വയ്ക്കുന്നു, ശബ്ദ കോലാഹലങ്ങൾ നടത്തുന്നു. ഇത് പാടില്ല. അപ്പോൾ ശബ്ദം നമ്മൾ താഴ്ത്തണം എന്നും പരിശുദ്ധ ഖുർആനിൽ ബഹുമാനപ്പെട്ട ലുഖ്മാൻ അലൈഹിസ്സലാം തൻ്റെ മകന് കൊടുത്ത ഉപദേശത്തിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ കഴിയും. മാത്രമല്ല അള്ളാഹു പറയുകയാണ്, ഇന്ന അൻകർ അല്ല സുവാത്തില സൗത്തുൽ ഹമീർ, ഏറ്റവും മോശപ്പെട്ട ശബ്ദമാണ് കഴുതയുടെ ശബ്ദം. അപ്പോൾ ഇങ്ങനെ ആവശ്യമില്ലാതെ ശബ്ദം ഉയർത്തി സംസാരിക്കുന്നതും എല്ലാം കൃത്യമായി തൻ്റെ മകൻ എന്ത് ചെയ്യാണ്? ഉപദേശം കൊടുക്കുകയാണ്. ഇതിന് ശേഷമുള്ള അടുത്ത റുക്കുവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ആകാശഭൂമിയിൽ ഉള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് അധീനപ്പെടുത്തി തന്നു. അവൻ്റെ ബാഹ്യമായ ആന്തരികമായ അനുഗ്രഹങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമാക്കി നമുക്ക് തന്നിരിക്കുന്നു. ഇതെല്ലാം ചെയ്തിട്ട് പോലും നമ്മൾ അള്ളാഹുലേക്ക് മടങ്ങുന്നില്ല, തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ് അറിവില്ലാതെ. ബിഗൈരി ഇൽമിൻ, കാര്യത്തെക്കുറിച്ച് കാര്യഗൗരവമായിട്ട് മനസ്സിലാക്കാതെ വെറുതെ തർക്കിച്ചു കൊണ്ടിരിക്കുകയാണ്. അല്ലാഹ് ഇല്ല എന്ന് പറയുന്നു, അള്ളാഹുവിനെ കുറിച്ച് ഒരു ബോധവുമില്ലാത്ത രീതിയിൽ സംസാരിക്കുന്നു. അവർക്ക് കൃത്യമായ കിതാബോ കൃത്യമായ നേരായ മാർഗമോ ഒന്നുമില്ലാതെ ഇങ്ങനെ തർക്കിച്ചു കൊണ്ടിരിക്കുന്നതിനെക്കുറിച്ചും അള്ളാഹു പറയുകയാണ്. ശേഷം കാഫിര്യങ്ങളോട് പറയുകയാണ്, അള്ളാഹു ഇറക്കിയ ഒന്നിലേക്ക് നിങ്ങൾ അള്ളാഹു ഇറക്കി തന്നത് നിങ്ങൾ പിൻപറ്റുക എന്ന് പറയുമ്പോൾ അവർ ധിക്കരിച്ചു കൊണ്ട് പറയുന്നു, ഞങ്ങളുടെ മാതാപിതാക്കൾ എന്താണോ ചെയ്തു വന്നത് അതേ ഞങ്ങൾ ചെയ്യുകയുള്ളൂ, ഞങ്ങൾ അതാണ് പിൻപറ്റുന്നത് എന്ന് പറയുന്നു. അള്ളാഹു അവർക്ക് മറുപടി കൊടുക്കുകയാണ്, നരകത്തിലേക്കാണ് ശൈത്താൻ അവരെ വിളിക്കുന്നത് എന്ന്. ശേഷം അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ തന്നെ ചോദ്യങ്ങൾ, ആകാശഭൂമികളെ സൃഷ്ടിച്ചത് ആരാണ് എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായും അവരുത്തരം പറയും അത് അള്ളാഹു ആണ് എന്ന് പറയും. ഈ വിഷയം നേരത്തെ മുമ്പ് പല ആവർത്തി വന്നതാണ്. പിന്നെ അള്ളാഹു അവൻ്റെ കലിമാത്തുകളെക്കുറിച്ചും അവൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചും അവൻ്റെ ഗുണവിശേഷണങ്ങളെക്കുറിച്ചും പറയുകയാണ്. ഈ കാണുന്ന ഭൂമിയിലുള്ള മരങ്ങളെല്ലാം പേനകളാക്കുകയും അതുപോലെ തന്നെ സമുദ്രത്തിലെ ജലങ്ങളെല്ലാം മഷികളാക്കിയാൽ പോലും അള്ളാഹുവിനെ കുറിച്ച് എഴുതിയാൽ തീരില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്. പിന്നെ അതിനുശേഷം അള്ളാഹുവിന് മാത്രം അറിയുന്ന ഗൈബിയായ കാര്യങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിൻ്റെ അവസാനം പറയുന്നു. ഇന്നല്ലാഹ ഇൻദഹു ഇൽമുസ്സാ, ഖിയാമത്ത് നാളെ എപ്പോൾ സംഭവിക്കും ഇതിനെക്കുറിച്ചുള്ള അറിവ് അത് അള്ളാഹുവിന് മാത്രമാണ്. അതുപോലെ തന്നെ മഴ അത് എത്ര പെയ്യണം, എവിടെ പെയ്യണം, അതിൻ്റെ തോത് എത്രയാണ് എന്ന് കൃത്യമായി അള്ളാഹുവിന് മാത്രമേ അറിയൂ. അതുപോലെ തന്നെ ഗർഭാശയത്തിലുള്ള കുഞ്ഞിനെക്കുറിച്ച് അത് അള്ളാഹുവിനെ അറിയൂ. ആ കുഞ്ഞ് എന്തായിരിക്കണം, ആ കുഞ്ഞിൻ്റെ ഭാവി എന്തായിരിക്കണം, അതിൻ്റെ റിസ്ക് എന്തായിരിക്കണം, ഇതെല്ലാം അള്ളാഹുവിനാണ് അറിയുന്നത്.
അതുപോലെ തന്നെ നാളെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം അള്ളാഹുവിനറിയാം. അതുപോലെ തന്നെ ഓരോ ആത്മാവും എവിടെയാണ് മരിക്കാൻ പോകുന്നത്, എവിടെയാണ് മരിക്കുന്നത്, ഏത് സ്ഥലത്താണ് എന്നതും അള്ളാഹുവിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഇതെല്ലാം കൃത്യമായി അറിയാവുന്നവൻ അള്ളാഹു മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഇൽമുൽ ഗൈബാണ്, അദൃശ്യമായ കാര്യമാണ് എന്ന് ഇത് നമുക്കാർക്കും അള്ളാഹു അറിയിച്ചു കൊടുക്കാതെ ആർക്കും ഇതറിയില്ല എന്ന് ഇതിൽ നിന്ന് മനസ്സിലാകുകയാണ്. അതോടുകൂടി ഈ സൂറത്ത് അവസാനിക്കുന്നു. സൂറത്തു സജദ 30 ആയത്തുകളുള്ള 3 റുക്കുകളുള്ള സൂറത്താണ്. തങ്ങളുടെ മക്ക ജീവിതത്തിൽ തന്നെ അവതരിച്ച സൂറത്താണ് സൂറത്തു സജദ. ഈ സൂറത്തിൻ്റെ പ്രത്യേകത തൗഹീദ്, റിസാലത്ത്, ആഖിറത്ത്, ഈ 3 വിഷയങ്ങളാണ് ഇതിൽ പരാമർശിക്കുന്നത്. അതിൽ തന്നെ ഖുർആൻ ഹക്കാണ് എന്ന് സമർത്ഥിക്കുകയാണ് ഈ സൂറത്തിൻ്റെ തുടക്കം തന്നെ. അതുപോലെ തന്നെ കാഫിരീങ്ങളുടെ വിമർശനങ്ങൾ, ആ വിമർശനങ്ങൾക്കുള്ള മറുപടികൾ, ഇതാണ് ഈ സൂറത്തിൻ്റെ പ്രമേയം. ഇതിൽ തന്നെ അള്ളാഹുവിൻ്റെ കുദ്റത്തുകളെ, ഇതിൽ കൂടുതൽ ആയത്തുകളിലും പരാമർശിക്കുന്ന അള്ളാഹുവിൻ്റെ കുദ്റത്തുകളാണ്. അത് തെളിവുകളാണ്. അള്ളാഹുവിൻ്റെ കുദ്റത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ വജൂദിലേക്കും അള്ളാഹുവിൻ്റെ വഹദാനിയത്തിലേക്കും ഒക്കെ കൃത്യമായി നമുക്ക് തെളിവുകളുണ്ട്. ആകാശം, ഭൂമി, അതുപോലെ തന്നെ മനുഷ്യൻ്റെ സൃഷ്ടിപ്പിൻ്റെ പല ഘട്ടങ്ങൾ നമ്മൾ പല ആവർത്തി അത് വന്നതാണ്. ആ രീതിയിലുള്ള ഇത് ഓരോന്നും അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളെക്കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു പരാമർശിക്കുന്നു. അതുപോലെ തന്നെ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനവൻ സാഷ്ടാംഗം ചെയ്യുന്നവനാണ്. രാത്രികളിൽ അവൻ്റെ ബെഡിൽ നിന്ന് അവൻ എഴുന്നേറ്റ് പോയി അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുന്നു. അതുപോലെ തന്നെ കൃത്യമായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ അവൻ സദഖ ചെയ്യുന്നു, ചെലവഴിക്കുന്നു. ഇവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സ്വർഗത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളെ എന്ത് ചെയ്തു, അള്ളാഹു സുബ്ഹാനഹു തആല ഒരുക്കി വെച്ചിരിക്കുന്നു. ഇതേ സമയം മുജ്രിമീങ്ങളെ സംബന്ധിച്ചും ധിക്കാരികളെ സംബന്ധിച്ചും പരിശുദ്ധ ഖുർആനിൽ അടുത്ത ഭാഗത്തായിട്ട് പറയുകയാണ്. ഇപ്പോൾ ഖിയാമത്ത് നാളിൽ ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവരാകെ ഖേദത്തിലും വിഷമത്തിലും നിസ്സാരതയിലുമായിരിക്കും. അവർ പറയും, ദുന്യാവിലേക്കൊന്ന് മടങ്ങിപ്പോകാൻ അവസരം കിട്ടിയിരുന്നെങ്കിൽ ഇപ്പം ഞങ്ങളിതെല്ലാം ചെയ്തിട്ട് തിരിച്ചു വരാം എന്നവരാഗ്രഹിക്കും. പക്ഷേ അന്ന് അവർക്ക് യാതൊരു പ്രയോജനവും ഉണ്ടാകില്ല. കൂടുതലും ഈ സൂറത്തിൽ അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളാണ്. കൃത്യമായിട്ട് അള്ളാഹു മനുഷ്യർക്ക് നൽകി തന്നിരിക്കുന്ന ഈ പ്രപഞ്ചത്തിൽ വെച്ച് തന്നിരിക്കുന്ന സംവിധാനങ്ങളെ കൃത്യമായിട്ട് ഓരോ ആയത്തുകളിലൂടെയും അള്ളാഹു സുബ്ഹാനഹു തആല വിശദീകരിക്കുകയാണ്. സൂറത്തുൽ അഹ്സാബാണ്. 73 ആയത്തുകളും 9 റുക്കുകളുമാണ് ഈ സൂറത്തിലുള്ളത്. ഈ സൂറത്തിൻ്റെ തുടക്കം വിജയത്തിൻ്റെ അടിസ്ഥാന ഘടകങ്ങളായി 4 കാര്യങ്ങളെ കൃത്യമായി പറയുകയാണ്. 1, അള്ളാഹുവിനോടുള്ള ഭയം ഉണ്ടായിരിക്കുക. 2, മുനാഫിക്കീങ്ങളുടെയും കുഫാരിങ്ങളുടെ അഭിപ്രായങ്ങളുടെ പിറകെ പോകരുത്, അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ പിന്തുടരാൻ പാടില്ല. 3, വഹിയെ പൂർണ്ണമായി നിങ്ങൾ പിന്തുടരുക. 4, അള്ളാഹുൽ തവക്കുൽ ചെയ്യുക. ഈ സൂറത്ത് ഏകദേശം ഹിജറ 4-5 വർഷത്തിനിടയിലാണ് ഈ സൂറത്ത് അവതരിക്കുന്നത്. മക്ക ഫതഹിന്, ഹുദൈബിയ സന്ധിക്കൊക്കെ മുമ്പായിട്ട് സംഭവിക്കുന്നതാണിത്. അപ്പം ഇത് 4 സംഭവങ്ങളാണ് ഈ സൂറത്തിൽ പരാമർശിക്കുന്നത്. 4 സംഭവങ്ങളുണ്ട്. 1, അഹ്സാബ് യുദ്ധവുമായി ബന്ധപ്പെട്ട കുറച്ച് സംഭവം. പിന്നെ 2, ബനൂ ഖുറൈള ഗോത്രങ്ങളുമായി ബന്ധപ്പെട്ട സംഭവം. പിന്നെ വളർത്തുമകനുമായി ബന്ധപ്പെട്ട ചില നിയമങ്ങളും അതുമായി ബന്ധപ്പെട്ട നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലുണ്ടായ ഒരു സംഭവം. പിന്നെ തങ്ങളുടെ ഭാര്യമാർ തങ്ങളുമായിട്ട് ചെലവിന് കൂടുതൽ ചോദിച്ചപ്പോൾ, ആവശ്യപ്പെട്ടപ്പോൾ, ഒരുപാട് സ്ഥലങ്ങൾ കീഴടക്കി, രാജ്യങ്ങൾ കീഴടക്കിയപ്പോൾ, ഗനീമത്ത് സ്വത്ത് കൂടുതലായിട്ട് വന്നപ്പോൾ ഭാര്യമാരെന്ത് ചെയ്തു, ചെലവ് കൂടുതലായിട്ട് ചോദിച്ചു. അതുമായി ബന്ധപ്പെട്ട ചില സംഭവം. ഇങ്ങനെയുള്ള 4 സംഭവങ്ങളാണ് ഈ സൂറത്തിൻ്റെ പ്രധാനപ്പെട്ട ഇത്. ഇപ്പം ഇതിൽ ആദ്യത്തേത് അഹ്സാബ് യുദ്ധമാണ്. ഇതിന് ഖന്തക് യുദ്ധം എന്നും പറയും. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ബനൂ നളീർ, അതുപോലെ തന്നെ ബനൂ ഖുറൈള, ഇങ്ങനെയുള്ള മദീനയിലുള്ള ചില ഗോത്രക്കാരുണ്ടായിരുന്നു, ജൂതന്മാരാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ വന്നപ്പോൾ തന്നെ ഈ ഗോത്രക്കാരുമായിട്ട് ചില കരാറുകളിൽ ഏർപ്പെട്ടു. നമ്മൾ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ല, നമ്മൾ തമ്മിൽ യാതൊരു യുദ്ധവുമില്ല, ഞങ്ങൾ നിങ്ങളെയും ഉപദ്രവിക്കില്ല, നിങ്ങൾ ഞങ്ങളെ ഉപദ്രവിക്കരുത്, നിങ്ങളുടെ ശത്രുക്കളെ ഞങ്ങളും സഹായിക്കില്ല, ഞങ്ങളുടെ ശത്രുക്കളെ നിങ്ങളും സഹായിക്കരുത്. ഇതായിരുന്നു ആ കരാറ്. പക്ഷേ ഈ ഗോത്രക്കാർ ഓരോ ഘട്ടങ്ങളിലും ഈ കരാറുകൾ ലംഘിച്ചുകൊണ്ടിരുന്നു. ഇതിൽ ഈ ബനു നളീർക്കാർ കൃത്യം, ഇവരുടെയൊക്കെ ഇൻഷാ അല്ലാഹ് സംഭവങ്ങളൊക്കെ നമുക്ക് 27ാമത്തെ ജുസുവിൽ കൂടുതൽ വിശദീകരിച്ച് വരുന്നുണ്ട്. ഈ ബനു നളീർക്കാർ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ മക്കയിൽ ആൾക്കാരെ ഒരുമിച്ച് കൂട്ടാനും അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യാനും നബി തങ്ങൾ ആക്രമിക്കാൻ വേണ്ടി പല ഗോത്രക്കാരെ ഒരുമിച്ച് കൂട്ടാൻ വേണ്ടി തീരുമാനിക്കുകയാണ്.
അങ്ങനെ ഒരുപാട് ഗോത്രക്കാരെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒരുമിച്ച് കൂട്ടുന്നു. ഈ 5-ാമത്തെ വർഷമാണ്, ഹിജ്റ 5-ാമത്തെ വർഷം. അതിൽ ഖുറൈശികളുണ്ട്, ബനു ഖത്ഫാനുണ്ട്, ബനു അസ്ലം ഗോത്രമുണ്ട്, ബനു മുറയുണ്ട്, ബനു അഷ്ജ ഉണ്ട്, ബനു കിനാനയുണ്ട്. ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഗോത്രക്കാരെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടുകയാണ്. ഇവരെ ഒരുമിച്ച് കൂട്ടിക്കൊണ്ട് ഏകദേശം 12,000 പേര് അടങ്ങുന്ന ഒരു വലിയൊരു സൈന്യമാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മദീനയിലേക്ക് ആക്രമിക്കാമെന്ന്. 12,000 മുതൽ 15,000 വരെ ആ സൈന്യത്തിൽ അംഗങ്ങളാണ്. ഇത്രയും വലിയൊരു സംഖ്യ. അതിൻ്റെ 4/1 മാത്രമേ മുസ്ലിമീങ്ങളുടെ സൈന്യമുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും മൊത്തത്തിൽ മദീന തകർത്ത് കളയാം എന്നുള്ള പദ്ധതിയിലൂടെയാണ് ഇവരെന്ത് ചെയ്യുന്നത് വരുന്നത്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബാക്കടുത്ത് മശൂറ ചെയ്യുന്നു, എന്ത് ചെയ്യണം, ഇത്രയും വലിയൊരു സൈന്യത്തെ എങ്ങനെ നേരിടണം. അങ്ങനെ വരുമ്പോഴാണ് സൽമാൻ അൽ ഫാരിസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, മദീനയുടെ വടക്ക് ഭാഗത്ത് അവർ വരുന്ന വഴിയിൽ മദീനയിലേക്ക് കടക്കാതിരിക്കാൻ വേണ്ടി നമുക്കൊരു കിടങ്ങ് കുഴിക്കാം, ഒരു വലിയ കിടങ്ങ് കുഴിക്കാം. സഹാബാക്കളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടുള്ളൊരു സമയമായിരുന്നു അത്. വലിയ സാമ്പത്തികമായിട്ടോ അല്ലെങ്കിൽ വലിയ ഒരുപാട് കഷ്ടപ്പാടായിരുന്നു. അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം കഴിക്കുന്നതിന് വളരെ ബുദ്ധിമുട്ടിയായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് ഈ ഒരു തീരുമാനം വരുന്നത്. ഏകദേശം 3.5 മൈൽ നീളത്തിലാണ് ഈ കുഴി കുഴിക്കേണ്ടത്, 8 അടി താഴ്ചയിൽ. ചെറിയ കാര്യമല്ല. ഇവിടെ ഇത് കുഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വലിയ വലിയ അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. അതും ഈ സൂറത്തിലെ ചില ആയത്തുകളിൽ മുനാഫിക്കീങ്ങൾ മുസ്ലിമീങ്ങളെ വിമർശിക്കുന്ന ഭാഗത്തൊക്കെ അത് കാണാൻ കഴിയും. ഒരു വലിയൊരു പാറക്കല്ല് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ കൊണ്ട് അത് വെട്ടിയിട്ട് മുറിയാത്തതിൻ്റെ പേരിൽ, അത് പൊട്ടാത്തതിൻ്റെ പേരിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നത് 3-4 കഷ്ണങ്ങളായിട്ട് പൊട്ടിക്കുകയാണ്. അതിൽ ഓരോ തവണ പൊട്ടിക്കുമ്പോഴും ഓരോ പ്രകാശം കാണുകയും അതിൽ ഓരോരോ കൊട്ടാരങ്ങൾ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണുകയാണ്. ഏതാ കിസ്റ കൈസർ പോലുള്ളവരുടെ. എന്നിട്ട് തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണം, എൻ്റെ ഉമ്മത്ത് ഇതെല്ലാം കീഴടക്കുമെന്ന്. അപ്പോൾ മുനാഫിക്കീങ്ങൾ ഇത് കേട്ടിട്ട് കളിയാക്കുകയാണ്. ഇവിടെ ഒരു 12,000 പേരെ ബ്ലോക്ക് ചെയ്യാൻ വയ്യ, ഈ കാണുന്ന ചെറിയൊരു സംഘമാണ് വലിയ 2 സാമ്രാജ്യം തകർക്കാൻ പോകുന്നത്, അതുപോലെ യമൻ തകർക്കാൻ പോകുന്നത്. ഇവരെ കൊണ്ട് ഇതെങ്ങനെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പരിഹസിക്കുന്ന ഒരു സാഹചര്യം. പക്ഷേ ഈ കഷ്ടപ്പാടോടുകൂടെ സഹാബാക്കൾ അത്രയും ത്യാഗം ചെയ്ത് ആ കുഴി കുഴിക്കുകയാണ്. അങ്ങനെ കുഴിച്ചു. അവർ ശത്രുക്കൾ ഇപ്പുറത്തെ ഭാഗത്ത് വന്ന് ടെൻ്റടിച്ചു. ചെറിയ രീതിയിൽ അമ്പെയ്ത്തുകൾ നടന്നു, കല്ലുകൾ എടുത്തു എറിഞ്ഞു, അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നെങ്കിലും 1 മാസത്തോളം ആ ശത്രുക്കൾ അവിടെ തന്നെ തമ്പടിച്ച് നിൽക്കുകയാണ്. മുസ്ലിമീങ്ങൾക്ക് 1 മാസക്കാലം സമാധാനമില്ല. അങ്ങനെ അള്ളാഹുവിൻ്റെ സഹായം വരികയാണ്. രാത്രി ശക്തമായ തണുത്ത കാറ്റടിക്കുന്നു. അവരുടെ ടെൻറ്റുകളെല്ലാം പാറിപ്പോകുന്നു, മൃഗങ്ങളെല്ലാം വരണ്ടോടുന്നു, അവരുടെ കയ്യിലുണ്ടായിരുന്നതെല്ലാം അവർക്ക് നിയന്ത്രണം വിട്ടുപോകുന്നു. ആ രീതിയിൽ ശക്തമായ ഒരു കാറ്റടിക്കുകയും അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ ചിന്ന ഭിന്നമാക്കി പല സ്ഥലങ്ങളിൽ അവർ ഓടിപ്പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണ് അതുകൊണ്ട് ഈ യുദ്ധത്തിന് അഹ്സാബ് എന്ന് പറഞ്ഞ എല്ലാ പാർട്ടിക്കാരും ഒരുമിച്ച് കൂടി ഇസ്ലാമിനെതിരെ വന്നൊരു യുദ്ധം. ഖന്തഖ് എന്ന് പറഞ്ഞാൽ ഈ കുഴിക്കാണ് പറയുന്നത്. ഇത് സൽമാൻ ഫാരിസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ മശൂറയിൽ ചെയ്തതാണ്. അദ്ദേഹമാണ് ഈ അഭിപ്രായം പറഞ്ഞത്. അപ്പോൾ എന്തായാലും ഈ യുദ്ധവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവ വികാസങ്ങൾ ഈ പരിശുദ്ധ ഖുർആൻ്റെ ഈ സൂറത്തുകളിൽ ഈ പല ആയത്തുകളിലായിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. ഈ സമയത്ത് മുനാഫിക്കീങ്ങൾ ഈ ത്യാഗ സമയത്തൊക്കെ പല കാരണങ്ങൾ പറഞ്ഞ്, ഒഴിവുകഴികൾ പറഞ്ഞ് വീട്ടിലേക്ക് പോയവരും, അതിൽ തന്നെ ചില ആയത്തിൽ നമുക്ക് കാണാൻ കഴിയും, വീട്ടിൽ പ്രശ്നമാണ്, നമ്മൾ പോയില്ലെങ്കിൽ അവിടെ നമുക്ക് പേടിയാകും, വീട്ടിൽ പ്രശ്നമാണെന്നൊക്കെ പറയുന്നു. പക്ഷെ അവരുടെ വീട്ടിൽ യാതൊരു പ്രശ്നവുമില്ല. കൃത്യമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിലൂടെ നബി തങ്ങൾക്ക് അത് അറിയിച്ചു കൊടുക്കുന്നു. എന്തായാലും പക്ഷേ മുഅ്മിനീങ്ങൾ ആത്മാർത്ഥമായി നിന്ന് ഇത്രയും വലിയൊരു കിടങ്ങ് കുഴിക്കുകയും അതിൻ്റെ പേരിൽ ആ വലിയ ഒരു ശത്രു സൈന്യത്തെ തങ്ങളിലേക്ക് മദീനയെ ആക്രമിക്കാൻ വരുന്നതിൽ നിന്ന് തടയുകയും ചെയ്തു. അവസാനം അള്ളാഹുവിൻ്റെ സഹായമുണ്ടായി. അതിനുശേഷം അള്ളാഹുവിൻ്റെ ഹുക്കുമ് വരികയാണ്, പിന്നെ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബനൂ ഖുറൈദയിലേക്ക് പോകാൻ. അതിനുശേഷമാണ് ഈ ഓരോരോ ഗോത്രക്കാരൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം കൈകാര്യം ചെയ്യുന്നത്. സഹാബാക്കൾ പോയി കൈകാര്യം ചെയ്യും. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളെ വിടും. അതിലൊന്നാണ് ബനൂ ഖുറൈദയിലേക്ക് പോകാൻ പറയും. എന്നിട്ട് അവിടെ പോയി അവിടെ ശക്തമായ ആക്രമണം അഴിച്ചുവിടുകയും ഒരുപാട് പേരെ വധിക്കുകയും ബാക്കിയുള്ളവരെ തടവിൽ പിടിക്കുകയും ചെയ്യും. ഇങ്ങനെ ഈ ഗോത്രക്കാരെ എല്ലാം നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നശിപ്പിച്ച് കളയും. കാരണം ഇസ്ലാമിനെയും മുസ്ലിം മാത്രമല്ല അവരുടെ പദ്ധതി അനുസരിച്ച്
ആ നാട് മദീന എന്ന് പറയുന്ന നാട് തരിശാക്കണം, അവിടുത്തെ സ്ത്രീകളെ മുഴുവനും പിടിച്ചു കൊണ്ടുപോകണം എന്നുള്ള വലിയ പദ്ധതിയിൽ വന്നൊരു യുദ്ധമായിരുന്നു ഇത്. അപ്പോൾ ഇതിൻ്റെ പുറകിൽ ആരൊക്കെയാണോ ഉണ്ടായിരുന്നത് അവരെ മുഴുവനും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പട്ടാളം എന്ത് ചെയ്ത് നശിപ്പിച്ച് കളയും. അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സൂറത്തിലെ വിഷയം. അതുകൊണ്ട് തന്നെയാണ് ഈ സൂറത്തിന് സൂറത്തുൽ അഹ്സാബ് എന്ന പേര് വന്നിരിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞ് ഇതിനകത്ത് മൂന്നാമത്തെ ഒരു വിഷയമാണ് വളർത്തുമക്കൾ. ജാഹിലിയ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു സംസ്കാരമാണ്, ഒരാളെ എടുത്ത് വളർത്തുകയാണെങ്കിൽ പിന്നെ അത് സ്വന്തം മകനെ പോലെയായി തീരും, പിന്നെ അനന്തരാവകാശം കിട്ടും, സ്വന്തം മകനെ പോലെയായി മാറുകയാണ്, എല്ലാ അവകാശവും സ്വന്തം മകനെ പോലെയാകും. പക്ഷെ പരിശുദ്ധ ഇസ്ലാം വന്നുകൊണ്ട് കൃത്യമായി പറയുകയാണ് അതൊരു സ്വന്തം മകനല്ല. അതുപോലെ തന്നെ ഒരാളെ നമ്മൾ എടുത്ത് വളർത്തുകയാണെങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഒരു കാരണവശാലും നമ്മുടെ പേര് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് കൊണ്ടുവരാനേ പാടില്ല. അത് വലിയ പാപമായിട്ടാണ് പരിശുദ്ധ ഖുർആൻ പറയുന്നത്. അതൊരിക്കലും ചെയ്യാൻ പാടില്ല. അവരുടെ പിതാവിൻ്റെ പേര് വെച്ചുകൊണ്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അവരെ വളർത്താൻ. അവരുടെ പിതാവിൻ്റെ പേര് പറഞ്ഞു കൊടുക്കണം. ഒരു കാരണവശാലും നമ്മൾ അവൻ്റെ പിതാവാണെന്ന് പറയരുത്. എത്രത്തോളം പിതാവ് ആരാണെന്ന് അറിയാത്തൊരു കുഞ്ഞിനെ നമ്മൾ എടുത്ത് വളർത്തുകയാണെങ്കിൽ പോലും നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, അത് നമ്മുടെ മകനാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു കാരണവശാലും അവനെ നമുക്ക് ആർക്കും പരിചയപ്പെടുത്താൻ പാടില്ല. മറിച്ച് ഇഖ്വാനുക്കും ഫിദ്ദീൻ, നമ്മുടെ ദീനി സഹോദരനാണെന്ന് പറയാം, അല്ലെങ്കിൽ നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ആളാണെന്ന് പറയാം. എങ്ങനെയൊക്കെ മാത്രമേ പറയാവൂ. ഒരു കാരണവശാലും നമ്മൾ അവരുടെ മകനാണെന്ന് പറയാൻ പാടില്ല. നമ്മുടെ മകൻ്റെ നിയമവുമല്ല അവർക്കുള്ളത്. അതുപോലെ തന്നെ നമ്മൾ എടുത്തു വളർത്തുന്നത് തെറ്റെന്നല്ല, പക്ഷേ എടുത്തു വളർത്തി കഴിയുമ്പോൾ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ കൃത്യമായി നമ്മൾ പാലിക്കേണ്ടതുണ്ട്. അപ്പോൾ ആ പാലിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും വലിയൊരു പരീക്ഷണം തന്നെ ആ സമയത്തുണ്ടായതാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഇനിഷ്യേറ്റീവ് എടുത്ത് നടത്തിയൊരു വിവാഹമാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാമിയുടെ മകൾ സൈനബ് റളിയല്ലാഹു തആലയുടെ വിവാഹം. നബി തങ്ങളുടെ വളർത്തു മകനായ സെയ്ദ് ബിൻ ഹാരിസയുമായിട്ട് നബി തങ്ങൾ വിവാഹം നടത്തി. ഈ വിവാഹം മുന്നോട്ട് പോയില്ല, ഈ വിവാഹം തലാക്കായി. അപ്പോൾ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഹുക്കുമുണ്ടായത് ഇത് പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കാൻ വേണ്ടിയായിരുന്നു. വളർത്തുമകൻ തലാക്ക് ചൊല്ലിക്കഴിഞ്ഞാൽ ഈ പറയപ്പെട്ട വ്യക്തിക്ക്, ആരാണോ ആ മകനെ അയാളെ വളർത്തിയത്, അവർക്ക് വിവാഹം കഴിക്കാൻ പറ്റും. ഇത് അറബികളെ സംബന്ധിച്ചിടത്തോളം അക്സെപ്റ്റബിൾ അല്ലായിരുന്നു. അവരത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായിരുന്നില്ല മക്കാ മുശ്രിക്കീങ്ങൾ. പക്ഷേ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് പൂർണ്ണമായിട്ടും ആ സമ്പ്രദായത്തെ തന്നെ തകർത്തു കളഞ്ഞു, അത് നിരാകരിച്ചു കളഞ്ഞു. ഇതിനകത്ത് യാതൊരു പ്രശ്നവുമില്ല. അപ്പോൾ തങ്ങൾക്ക് പോലും ചില വൈമനസ്യം ഉണ്ടായെങ്കിലും പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ തിരുത്തുകയാണ് ചെയ്തത്. അങ്ങനെ ഈ ഒരു വിഷയത്തിൽ, അതായത് പരിശുദ്ധ ഖുർആനിൽ ഏക സഹാബിയുടെ പേര് മാത്രമേ വന്നിട്ടുള്ളൂ, ഒരൊറ്റ സഹാബിയുടെ പേര്, അത് പറയപ്പെട്ട സെയ്ദ് റളിയല്ലാഹു തആലയുടെ പേരാണ്. അത് ഈ വിഷയത്തിൽ ഇറങ്ങിയ ആയത്തിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെ വിവാഹം കഴിക്കുന്നതിന് യാതൊരു പ്രശ്നവുമില്ല. വളർത്തുമകൻ നമ്മുടെ സ്വന്തം മകനല്ല, അത് അന്യനാണ് എന്നുള്ള കാര്യം. അതിനുശേഷം അടുത്തൊരു വിഷയമാണ് ഭാര്യമാരുമായി നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാർ തങ്ങളോടൊപ്പം, പ്രത്യേകിച്ച് ദഅവത്തിൻ്റെ ആദ്യ ഘട്ടങ്ങളിൽ ഒരുപാട് ത്യാഗങ്ങൾ ചെയ്തവരാണ്, തങ്ങളോടൊപ്പം കൂടെ തന്നെ നിന്നവരാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പതിവാണ് ഒരു വർഷത്തേക്കുള്ള ചെലവുകൾ ഈ ഭാര്യമാർക്ക് കൊടുക്കുമായിരുന്നു. പക്ഷേ ഈ മഹദികൾ അത് ഒരു മാസം കൊണ്ട് തന്നെ സദഖ ചെയ്ത് തീർക്കും, എല്ലാവർക്കും കൊടുക്കും, പിന്നെ അവരുടെ കയ്യിലൊന്നും ഉണ്ടാകത്തുമില്ല. ഇതായിരുന്നു അവരുടെ ജീവിതത്തിൻ്റെ രീതി. കാരണം സഹാബാക്കളെല്ലാം ആദ്യത്തെ ഘട്ടം ഏകദേശം ഖൈബർ ഫതഹാകുന്നത് വരെ, അതായത് സുലൈഹ് ഹുദൈബിയയും കഴിഞ്ഞ് ഒരു വർഷം വരുന്നത് വരെ ഏകദേശം 7 വർഷക്കാലം മദീനയിൽ വന്നപ്പോഴും കഷ്ടപ്പാടുകൾ തന്നെയായിരുന്നു. 3 നേരം പോയിട്ട് 2 നേരം, ഒരു നേരം പോലും സഹാബാക്കൾക്ക് ഭക്ഷണം കഴിക്കാനില്ലായിരുന്നു. ഈ അഹ്സാബ് യുദ്ധം നടക്കുമ്പോൾ പോലും ഒരു നേരം പോലും ഭക്ഷണം കഴിക്കാത്ത സഹാബാക്കളുണ്ടായിരുന്നു ഒരു ദിവസം. അപ്പോൾ ഈ കഷ്ടപ്പാടുകളായിരുന്നു. അപ്പോഴെല്ലാം കൂടെ നിന്ന ഈ മഹദികളായ ഉമ്മഹാത്തുൽ മുഅ്മിനീൻ അവസാന ഘട്ടത്തിൽ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഫുതൂഹാത്തുകളൊക്കെ വന്നപ്പോൾ, സമ്പത്തുകൾ ഇങ്ങനെ ബൈത്തുൽ മാലിലേക്ക് കൂടിയപ്പോൾ പതുക്കെ ഇവർ നബി തങ്ങളോട് ചെലവിച്ചിരി കൂടുതൽ ചോദിച്ചു. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആയത്തിറങ്ങി, നിങ്ങൾ ദുനിയാവും അതിൻ്റെ ആർഭാടങ്ങളുമാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നബി തങ്ങളെ വിട്ടിട്ട് നിങ്ങൾ പൊക്കൊള്ളുക. ഇനി അതല്ല ആഖിറമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ, ആഖിറത്തിലെ അനുഗ്രഹങ്ങളാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് പിന്നെ കൂടുതലായിട്ട് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചെലവ് ചോദിക്കാനോ കൂടുതൽ നബി തങ്ങളെ ബുദ്ധിമുട്ടിക്കാനോ പാടില്ല. കാരണം ഈ സമ്പത്തുകളൊന്നും തന്നെ നബി തങ്ങൾ തങ്ങളുടെ പേഴ്സണലായിട്ട് ഉപയോഗിച്ചതേയല്ല. പരിശുദ്ധ ദീൻ സ്വീകരിച്ചു വരുന്ന ജമാഅത്തുകൾക്ക് വേണ്ടിയാണ് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ സമ്പത്തുകളെല്ലാം ചെലവഴിച്ചത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അള്ളാഹുവിനെയും അള്ളാഹിൻ്റെ റസൂലുമാണ് നിങ്ങൾക്ക് വേണ്ടത് എങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് തിരഞ്ഞെടുത്തു കൊള്ളുക. ഈ ദുനിയാവിൻ്റെ ആർഭാടങ്ങളുടെ പുറകെ നിങ്ങൾ പോകണ്ട എന്ന് അവരെ ഉണർത്തുകയാണ് ചെയ്യുന്നത്.
ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങൾ എല്ലാവരും തന്നെ അള്ളാഹും അള്ളാഹുവിൻ്റെ റസൂലും മതി എന്ന് പറഞ്ഞ് അവരെല്ലാവരും അതിലേക്ക് തിരിച്ചു മടങ്ങുകയാണ് ചെയ്തത്. അതാണ് ഈ സൂറത്തിൽ പറഞ്ഞ് നാല് സംഭവങ്ങളിൽ അവസാന സംഭവം.